ഈ 3 സമയങ്ങളിൽ ആരും ആരെയും കുറിച്ച് ഓർക്കൂല ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്നിട്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. ഒരാള് പോലും സ്വർഗത്തിൽ കിടക്കൂല, ഒരൊറ്റയാള് പോലും സ്വർഗത്തിൽ കിടക്കൂല ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാൾ സ്വർഗത്തിൽ കിടക്കൂല. നിങ്ങളിൽ ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ ആവേശത്തോട് പറയട്ടെ, 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. 1 2 അല്ല, 500 കൊല്ലം ഇബാദത്ത് ചെയ്തു. എങ്ങനെ ഇബാദത്ത് ചെയ്തു? വാങ്ങിയിട്ട് ഔദിന്റെ അടുത്ത് നിന്ന് വീടിയും ഭരിച്ച് സമയാകുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോയിട്ട് മുതല ചാടുന്ന പോലെ ഔദി വീണ് പള്ളിക്കകത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് കാലി കിടന്ന ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഓടുന്ന ആ ഒരു രീതിയിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ. മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരൊറ്റ സെക്കൻഡ് പാഴിക്കളയാതെ പൂർണ്ണമായും ഇബാദത്ത്, പൂർണ്ണമായും 500 കൊല്ലം എന്നത് അതിൽ നിന്ന് 1 മിനിറ്റ് പാഴാക്കാനില്ല, ഫുൾ ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അള്ളാഹു നാളെ പറയുമത്രേ, നിനക്ക് എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കാം. ആ മനുഷ്യൻ പറയും, അങ്ങനെ നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് സ്വർഗം ഉണ്ടാക്കണ്ട, ഞാൻ 500 കൊല്ലം കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തവനാ, എന്റെ ഇബാദത്ത് നോക്കിയിട്ട് എനിക്ക് സ്വർഗം തന്നാ മതി. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, മലക്കുകളെ ആ മനുഷ്യന്റെ 500 കൊല്ലത്തെ ഇബാദത്തിന്റെ കണക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനുഷ്യരായ നമുക്ക് തന്നിരിക്കുന്ന കണ്ണിന്റെ ഈ ഭാഗത്തുള്ള ചെറിയ ഒരു രോമത്തിന് പോലും പകരമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. 500 കൊല്ലം എന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരം പാഴാക്കുന്നവരെ, റമദാൻ മാസത്തിൽ പോലും പിശാചിന്റെ പ്രവണത ചെയ്യുന്നവരെ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ, 500 കൊല്ലം പോയിട്ട് 5 കൊല്ലം പോയിട്ട് 50 മണിക്കൂർ പോയിട്ട് 5 മണിക്കൂറെങ്കിലും ഈ ആയുസ്സിനുള്ളില് ആത്മാർത്ഥതയോടെ പടച്ചോല് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 500 കൊല്ലം പൂർണ്ണമായി ഇബാദത്ത് ചെയ്ത മനുഷ്യരോട് അള്ളാഹു അതിന് പകരം പ്രതിഫലം തരാൻ പറഞ്ഞപ്പോ അള്ളാഹു കൊടുത്തതാണ്. എന്തേ? കണ്ണിന്റെ തന്ന ഒരു രോമത്തിന് പോലും നന്ദിയായിട്ടില്ല നീ 500 കൊല്ലം ചെയ്ത സുജൂദ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി. നമുക്കെന്തൊരു ക്ഷീണമാ. ഓരോ വക്കത്ത് നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ പറയും, അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ചിലപ്പോൾ പറയൂലേ, മാരി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളി ഇരിക്കുമ്പോൾ, എടാ ഞാൻ ഒന്ന് വീട് വരെ പോടെ, ഇനിയിപ്പോ ഇശാവിടെ കഴിഞ്ഞ് പോടെ, അതങ്ങ് കഴിയുമല്ലോ എന്ന് പറഞ്ഞൊരു ബാധ്യത പോലെ, അതുകൂടി അങ്ങ് കഴിയട്ടെ അല്ലേ. അങ്ങനെ പെട്ടെന്നായതുകൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ടായതുകൊണ്ട് ളുഹർ അങ്ങോട്ട് കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ഒരു ഭാരമുള്ളത് പോലെയാണ്. എങ്ങനെയെങ്കിലും അസ്രം കൊണ്ട് നിസ്കരിച്ചു വരുന്നു, സമാധാനമായി, ഇനിയിപ്പോ ടെൻഷൻ ഇല്ല. അങ്ങനെയല്ല, നമ്മുടെ ബാധ്യതയാണത്. ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറക്കൂലല്ലോ. എത്ര വലിയ യാത്രയാണെങ്കിലും ഉച്ച സമയമാകുമ്പോൾ ഞാൻ പറയൂടെ, എവിടെയെങ്കിലും കടയിൽ ചവിട്ടിക്കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാ, അത് നമുക്ക് മറക്കാൻ പറ്റുമല്ലോ. പിന്നെന്താ മറ്റത് മാത്രം മറന്നുകൊണ്ട് എന്താ? ചാപ്പാടിന്റെ സമയമാകുമ്പോൾ അകത്ത് ഇങ്ങനെ മുട്ടുവരും. ഇതുപോലെ മനസ്സിന്റെ കവാടങ്ങൾ ഇങ്ങനെ മുട്ടണം, തുറക്കാനുള്ള ആർത്തി കൊണ്ട്, ആവേശം കൊണ്ട്, ആഗ്രഹം കൊണ്ട്. അവിടെയാണ് ഇബാദത്തുകൾ മുടങ്ങി പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നത്. സമയമില്ല, മടങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എല്ലാവരും അങ്ങയുടെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കുന്നതെങ്കിൽ യാ റസൂലല്ലാഹ് വലാ അന്ത യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങെങ്ങനെയാണ്? അങ്ങയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാനും അങ്ങനെ തന്നെയാണ്. വലാ അന ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മഹ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗമില്ല. ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ? റൂഹിനാനന്ദമേ, സ്നേഹത്തിൻ കാതലേ, റാഹിമേകിയ നൂറുളിയേ, റാഹത്തേകിയ താജുളിയേ.
അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കുമ്പോൾ വല്ലപ്പുഴ ചെമ്മൻകുടിയുടെ മുന്നിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട 10,000-കണക്കാണ് വിശ്വാസികൾക്ക് ആലോചിക്കാൻ നേരം കിട്ടിയത് എന്തുകൊണ്ടെന്നറിയോ? കാലഘട്ടം ഒരുപാട് പുരോഗമനം നടന്നു പോയപ്പോൾ റബീഉൽ അവ്വൽ 12-നല്ല അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചതെന്ന് പോലും സംശയമുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കുന്ന വിവരക്കേടിന്റെ മക്കളുടെ മുന്നിൽ ജീവിക്കുന്നവര് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളായ നമ്മൾ നിന്നുകൊടുക്കല്ലേ സഹോദരാ? അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കാ മനസ്സ് വെക്കല്ലേ ചെറുപ്പക്കാരാ? പൊന്നാർ നബി തങ്ങളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കുന്ന വൃത്തിഹീനമായ ദുർഗുണം എന്റെ സഹോദരാ നിന്റെ മനസ്സിലുണ്ടാവല്ലേ? അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് റഹ്മത്ത്. പിന്നെ എന്തിനാണ് ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞതെന്നറിയോ? നിങ്ങളെ പഠിപ്പിക്കാനാണ്. 5 നേരത്തെ നിസ്കാരം കൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യനെ പഠിപ്പിക്കാനാണ്. ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയാ. ഓരോ ദിവസം യാസീനോട് കിടന്നിറങ്ങുന്ന മനുഷ്യന്റെ ഈമാന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ പറയുകയാ, തന്റെ പ്രിയപ്പെട്ട അണികളെ വിളിച്ചുകൊണ്ട് പറയുന്നല്ലോ, നാദാ മുനാദിൻ മിനസ്സമാ, ആകാശ ലോകത്തിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞ യാ അയ്യുഹന്നാസ് ഇന്നകും ദാഖിലൂനൽ ജന്നത കുല്ലുകും മജ്മഊൻ, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടന്നുകൊള്ളുക. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവിന്റെ ലോകത്തിൽ നിന്ന് ലൗ നാദാ മുനാദിൻ മിസ്സമാ ഇന്നകും ദാഖിലൂനൽ ജന്നത കുല്ലുകും മജ്മഊൻ. നിങ്ങൾ ഇപ്പോഴും നോട്ടീസും കാർഡൊന്നും കൊടുക്കല്ലടാ, എല്ലാം അവസാനം കൊടുത്താൽ മതി. അവിടെ പോയി നിന്നാൽ മതി, അത് കഴിഞ്ഞു പോകുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. ഇതിന്റെ ഇടയിൽ ഈ പരിപാടി നടക്കൂല. പരലോകത്തെ വിചാരണയുടെ കാര്യം നന്മയെ കൂടെ തൂക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ നോട്ടീസ് വായിച്ചുകൊണ്ടൊന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എവിടെ എത്തിയെന്ന് പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും, വിഷയം ഒന്നും പറഞ്ഞില്ലടേ ബാക്കവി, കയ്യിരിക്കണ നോട്ടീസും മൊബൈലിൽ പാമ്പും കോണിയും കളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അങ്ങനെ വിഷയം പറയാൻ പറ്റും. ഇതിന് ഉറക്കുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, പരലോകത്തിലാണ് തുടങ്ങിയത്, പിന്നെ എവിടെ നിർത്തി എന്നുള്ള കാര്യം വിഷയം പോരാ, അങ്ങോട്ട് പറഞ്ഞില്ല, വിഷയമൊന്നും പറഞ്ഞു. ഇത് പണയാൻ മാത്രം നല്ല ഉത്സാഹമാണ്. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. അവിടെ നിന്ന് വിട്ടുന്ന നോട്ടീസ്, ഇവിടെ നിന്ന് വിട്ടുന്ന നോട്ടീസും മൊബൈൽ എടുത്ത് വെച്ച് പാമ്പും കോണിയും കളിച്ച് കുത്തി ഇരുന്നാൽ ഇതൊന്നും മണ്ടേ കയറത്തില്ല. പിന്നെ പരലോകം എന്ന് പറയുമ്പോൾ പലർക്കും ദഹിക്കൂല. കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോഴൊന്നും മരിക്കില്ലല്ലോ അല്ലേ? നമ്മളിങ്ങനെ കിടക്കല്ലേ, നമ്മളെ വാപ്പായും അല്ലേ? എൻ്റെ കുടുംബത്തിന് മരണം ഉണ്ടാകുന്ന എൻ്റെ ഉപ്പാപ്പ എന്ത് തട്ടിപ്പോനെ 90 വയസ്സ് കഴിഞ്ഞല്ലേ, ഇപ്പോഴും കിളവൻ അങ്ങനെ കിടക്കല്ലേ, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച ആ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ 6 ഒക്കെ പോകുമ്പോൾ ചാടി എഴുന്നേക്കാൻ, ചിലപ്പോൾ എഴുന്നേക്കുമ്പോൾ തന്നെ അതുപോലെ അങ്ങ് വീണാൻ കൂടെ നോക്കിയോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആയുസ് അങ്ങനെ അവ തന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരിക്കുന്നവർ ചിന്തിക്കണം, എത്രയോ ഞാൻ ഇന്നും വരുന്നതും ഒരു മരണ വീട്ടിൽ നിന്നാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അത് പറയുമ്പോൾ സങ്കടം വന്ന് പിന്നെ മനസ്സ് നിറഞ്ഞാൽ വിഷയാവതരണത്തെ ബാധിക്കുന്നത് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കേണ്ട പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ പറയുന്നതെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആകാശ ലോകത്തിൽ നിന്ന് പടച്ചതമ്പുരാന്റെ അനുമതിയോടെ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ഇന്നക്കും ദാഖിലൂനൽ ജന്നത കുല്ലുകും അജ്മഊൻ, നിങ്ങളെല്ലാവരും സ്വർഗ്ഗത്തിൽ കടന്നുകൊള്ളുക. ഇല്ലാ റജുലൻ വാഹിദാ, ഒരാളൊഴിച്ച് നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടന്നുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാ, ലഖിഫ്തു അൻ അകൂന അനഹുവാ, ഈ ദുനിയാവിന്റെ പുറത്തുള്ള സർവ്വ മനുഷ്യരും സ്വർഗത്തിൽ കിടക്കട്ടെ, ഒരാളെ മാത്രം നാട്ടി നിർത്തിക്കോ എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശഹാദത്ത് കലിമ പറഞ്ഞ സമയത്ത് പൊന്നാര നബി തങ്ങളുടെ മനസ്സാണ് കാണിച്ചു കൊടുത്തത് ഉമറിന്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും പ്രിയപ്പെട്ടവരെ സാധുക്കളായ നമുക്കില്ല. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ആ മാറ്റി നിർത്തുന്ന ഒരാള് ഞാനായിരിക്കുമോ എന്ന് പേടിച്ചു പോവുകയാണ്.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന കണ്ടോ, എല്ലാവരും സ്വർഗത്തിൽ കിടക്കുക, ഒരാൾ മാത്രം മാറി നിൽക്കുക എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞാൽ മാറ്റി നിർത്തുന്നയാൾ ഞാനാണ് അല്ലാഹ് എന്നെനിക്ക് പേടിയാവുന്നെന്ന് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഭയപ്പാട് നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ സ്വർഗത്തിൽ കിടക്കുമെന്ന് സമാധാനിക്കുന്നത് എന്ത് കണ്ടിട്ടാ?